ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിപോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 25,011 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ചെറിയ പോയിന്റുകൾക്ക് ഗ്യാപ്പ് അപ്പ് 25,024 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. എങ്കിലും ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ഡോജി ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഡേയ്സ് ഹൈ, ഇന്നലത്തെ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് പ്രൈസ് ഡൗൺ സൈഡിലോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഏരിയയിൽ ആദ്യത്തെ 5 മിനിറ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. പിന്നീട് വന്ന ക്യാൻഡിലിനും അതിന് മുകളിലോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഏരിയ, ഈ ലെവൽ ഡേയ്സ് ഹൈ, ഇന്നലത്തെ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ എടുത്ത ഒരാൾക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ടാർഗറ്റായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ടിനടിയിൽ, പ്രധാന സപ്പോർട്ട് എന്ന് കരുതിയതിനടിയിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി എങ്കിൽ പോലും തുടർന്ന് പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷനിലോട്ട് ഒരു മൂവ്മെന്റ് ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ അതല്ലെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ പ്രൈസ് പോവുകയാണ് എങ്കിൽ അപ്പോൾ പോകാമെന്നുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ലെവൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. വീണ്ടും പ്രൈസ് അവിടുന്ന് ഡിക്ലൈൻ വരിക തന്നെയാണ് ചെയ്തത്. കാരണം ഇതിനേക്കാൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഹൈറ്റിനേക്കാൾ മുകളിൽ പ്രൈസ് കടന്നു പോവാതെ സെല്ലിംഗ് തന്നെ വന്നു. എന്നാൽ ഇവിടെ ഈ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ഒരാൾക്ക് വീണ്ടും ഒരു എൻട്രി കിട്ടി. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അത് കഴിഞ്ഞ ദിവസത്തെ ഹൈ ആണെന്ന് നമുക്കറിയാം. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് കാണുമ്പോൾ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. എന്നാൽ അതിനു മുകളിൽ നമ്മുടെ ഓൾ ടൈം ഹൈ കിടക്കുന്നുണ്ട്. 25,079 എന്ന ലെവലാണ്. ആ ടാർഗറ്റ് ലഭിക്കുമോ എന്ന് ഒരു അല്പസമയം വെയിറ്റ് ചെയ്തവർക്ക് ഇവിടെ പുതിയ ഉയരം തരുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ പ്രോഫിറ്റ് ഈ ഏരിയയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ചെടുത്ത് ഈ ലെവലിൽ വന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തെങ്കിലും പുതിയ ഉയരം തരാതെ വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രൈസ് സപ്പോർട്ട് ലെവലിലോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായും ആ ലെവലിലോട്ട് തന്നെ പ്രൈസ് വന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് അല്പം വോൾട്ടൈൽ ആയിരുന്നു എങ്കിൽ പോലും ഈ ഏരിയയിൽ ചെറിയ കൺസോളിഡേഷൻ കാര്യമായി തന്നു. വളരെ കുറഞ്ഞ പോയിന്റാണ് മൂവ് ചെയ്തിട്ടുള്ളൂ. ഒരു 100 പോയിന്റ് മാത്രമാണ് ആകെ മൂവ് ചെയ്തിട്ടുള്ളത്. എങ്കിലും നല്ല ട്രേഡിംഗ് ചാൻസുകൾ നൽകുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,989 എന്ന ലെവൽ ആണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് മുകളിൽ 25,047 എന്ന കഴിഞ്ഞ ദിവസത്തെ ഉയരം ആദ്യത്തെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ടും ഇന്ന് രേഖപ്പെടുത്തിയ ലെവൽ രണ്ടാമത്തെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 25,073 ആണ്. എന്നാൽ ബാക്കി ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നവ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്, പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് അതിനു മുകളിൽ കടന്ന് നമ്മുടെ 78,79 എന്ന് പറയുന്ന 25,078-79 എന്ന് പറയുന്ന ലെവൽ ആൾ ടൈം ഹൈക്ക് മുകളിലോട്ട് കിടക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യമായി ഈ ലെവലിന് മുകളിൽ ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്പോൾ ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അത് കടന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകാം എന്നാണ് കരുതുക. അപ്പോൾ വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈനുകളെല്ലാം ബൈ ഓൺ ഡീപ്പ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സ്റ്റോപ്പ് ലോസുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ഉയരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. നിങ്ങൾ അത് തീർച്ചയായും സ്ഥിരമായി കാണുന്നവരും ലെവലുകൾ രേഖപ്പെടുത്തുന്നവരുമാണെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.
എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനോട്ട് നമുക്കൊരു ട്രേഡ് കൺവിക്ഷൻ കിട്ടണമെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 24,920, 24,873, 24,840, 794 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലുകൾ വ്യക്തമായി രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. എന്നാൽ 24,840 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് ലെവലായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള നിഫ്റ്റിയിലേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് പരിശോധിക്കാം. 51,139 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട്, പ്രധാന സപ്പോർട്ടായി കണക്കാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ 51,583 എന്ന പ്രധാന റെസിസ്റ്റൻസും തുടർന്ന് ഈ മൈനർ റെസിസ്റ്റൻസുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാവുന്നതാണ് 54,324, 403, 457 എന്നിങ്ങനെയാണ് മൈനർ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം ലഭിക്കുമെന്ന് കരുതാൻ കഴിയുള്ളൂ. എന്നാൽ ഈ ലെവലിന് മുകളിൽ 51,324 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നതെന്ന് തോന്നിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും പ്രധാന സ്റ്റോപ്പ് ലോസ് എന്നത് മാത്രം. അപ്പോൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോകാം. ഈ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാൽ കൃത്യമായും പ്രൈസ് ഡൗൺവേർഡ് പോകണമെന്ന് നമുക്ക് പോയേക്കും എന്നുള്ള ഒരു കൺവിക്ഷൻ തരുന്നത് ഈ ലെവലിന് താഴോട്ട് 50,979 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിൽ സഞ്ചരിച്ചേക്കാമെന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 50,889, 775, 692, 608 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 50,510 എന്ന ലെവൽ അല്പം പ്രധാന സപ്പോർട്ടായാണ് ഞാൻ കാണുന്നത്. അടുത്തതായി സെൻസെക്സിൽ നമ്മുടെ ലെവലുകൾ എന്താണ് എന്ന് നോക്കാം. 81,665 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ 82,480 എന്ന ലെവലാണ്. എന്നാൽ മൈനർ റെസിസ്റ്റൻസുകളായി ഇന്നലത്തെ ഹൈ 84,814, ഇന്നത്തെ ഹൈ ആയ 920 എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യമേ നമുക്ക് തീർച്ചയായും പ്രൈസ് അപ്വേർഡ് ഒരു ഡയറക്ഷൻ ആണ് നൽകേണ്ടത് എങ്കിൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഇവിടെ ക്ലോസ് ആയതിനു ശേഷം ഒരു 814 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആയതിനു ശേഷം 15 മിനിറ്റ് എങ്കിലും ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ പോവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നുവെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയേക്കാം എന്ന പ്രതീക്ഷ ഉണ്ടാവുക.
അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ കൂടുതൽ ഉചിതം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങളിത് മോസ്റ്റ്ലി മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഇന്നലെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 81,582 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകൾ ടാർഗറ്റായി ലഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 81,387, 277, 182 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. അതിൽ 81,182 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്താൽ തീർച്ചയായും അവ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാൻ വ്യക്തിപരമായി ഇതെൻ്റെ ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. നിങ്ങളും ഉപയോഗിക്കുന്നത് സന്തോഷം. പക്ഷേ റിസ്ക് മുഴുവനും നിങ്ങളുടേതാണ്. ഇത് പഠനാർത്ഥമാണ്. നിങ്ങൾക്കാർക്കും ഞാൻ തയ്യാറാക്കുന്ന ഒരു പഠനാർത്ഥം എന്ന ചിന്തയിലാണ്. നിങ്ങൾക്കും അത് അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെയും എല്ലാ ഇൻഡെക്സുകളിലും നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.